അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് മഞ്ഞു കോടയുള്ള രാത്രിയിൽ നമ്മൾ കോഴിക്കോടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം 5:20. കൂടെ ഞാനും അമ്മൽ മാഷും പ്രതീഷ് മാസ്റ്ററും ഉണ്ട്. 5:20 പറയുമ്പോൾ അവിടെ 7:20 7:30 എത്തും നമ്മൾ പ്രതീക്ഷിക്കാൻ. കോഴിക്കോടല്ല, ഹൈവേയിൽ പറപ്പിച്ച് വിടാനില്ല. നോർമലായി പോയാലും തന്നെ ബ്ലോക്ക് ഇല്ലാണ്ട് എത്താൻ പറ്റും. പക്ഷെ വരുമ്പോഴാണ് നമുക്ക് ബ്ലോക്ക് കിട്ടാൻ. അതൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. കോഴിക്കോട് ഇന്ന് പ്രദീപ് മാസ്റ്റർ വരുമോ നമുക്ക് വിചാരിക്കാം. അവിടെ വരാന്നൊക്കെ പറഞ്ഞ. അപ്പൊ എന്തായാലും നോക്കി അവിടെ എത്തിയിട്ട്. അപ്പോ ഗൈസ്, നമ്മളിപ്പോ എല്ലാവരും അവിടെ കണ്ടില്ലേ, എല്ലാവരും ആപ്ലിക്കേഷൻ നോക്കിയില്ലാണ്. കുറച്ച് ആൾക്കാരോട് വന്നിട്ടുണ്ട്. കുറച്ച് പ്രദീപ് മാസ്റ്റർ എത്തിയിട്ടുണ്ട്. അവിടെ സിംഗർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് തുടങ്ങി 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാണ്. ആർക്കെങ്കിലും നിർത്താൻ തോന്നണമെങ്കിൽ ഇപ്പൊ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തുദ്ദേശിക്കണം? ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. ഇനി വീണ്ടും അതേ സ്ഥാനം. ഇന്നത്തെ ഓറോ ബോക്സിങ്ങിന്റെ ക്ലാസ്സിന് വരുന്ന വരെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അത് ആദ്യത്തെ 2 മണിക്കൂർ കൊണ്ട് തന്നെ സാറിന്റെ ആ ഒരു ടീച്ചിങ് ലെവലും ടീച്ചിങ് മെത്തേഡോട് തന്നെ മനസ്സിലായി. ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളത്. അതായത് ഓൾമോസ്റ്റ് ഒരു 30 ലെവലോളം 30 സ്റ്റെപ്സോളം നമ്മൾ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ മറ്റു പ്രത്യേകത എന്താ വെച്ചാല്, മറ്റ് മാർഷ്യൽ ആർട്സിൽ നിന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു മാർഷ്യൽ ആർട്സ് മെത്തേഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ, മറ്റ് ഈ വർക്ക് ചെയ്യുന്നവരും സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഡെയിലി ക്ലാസ്സിന് പോണ്ട, വീക്കിലി പോണ്ട, മന്ത്ലി വൺസ് നമ്മൾ ലീവ് എടുത്ത് വന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓവർ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ മന്ത്ലി വൺസിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. 6 മാസം കൊണ്ട് നമുക്കിത് ഇതിലൊരു എക്സ്പേർട്ട് ലെവൽ ആവാൻ പറ്റും സ്ട്രീറ്റ് ഫൈറ്റിങ്ങിന്റെ കാര്യത്തിൽ. അപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയി. അപ്പോൾ നിങ്ങൾക്കും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം, പഠിക്കാം. താങ്ക് യു. ഇനി 20 കിലോമീറ്റർ കൂടി ബാക്കിയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസംബർ മാസത്തെ ഫസ്റ്റ് ക്യാമ്പ് അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് കൊല്ലവസാനാണെങ്കിലും കോഴിക്കോട് നമ്മളെ ഒട്ടും നിരാശരാക്കിയില്ല. കുറെ പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനിയും ഓറോ ബോക്സിങ് പടർത്തിക്കൊണ്ടിരിക്കും. അത് ഞങ്ങളുടെ അവസാനം വരെ, ഞങ്ങളുടെ അവസാനം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ശിഷ്യന്മാർ വഴി പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോ വരാണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, പണ്ട് ചിരിച്ച കുറെ പേര്, വലിയ വലിയ ആൾക്കാർ പണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ലോകം അവരും വലിയ ചിരിച്ചു. സത്യം. അപ്പൊ അവസാനം അവർ നേടിക്കഴിയുമ്പോ ലോകം എങ്ങനെ ചെയ്യാൻ നമുക്കറിയാലോ. അപ്പൊ അത് ഇപ്പൊ വിചാരിക്കുമ്പോ ഒന്നും നമ്മൾ വിചാരിച്ചവരെ നടക്കില്ല. അതും പറഞ്ഞ് നമ്മൾ വിചാരിക്കാത്തത് ശരിയാണോ? അത് ശരിയാ. പറയുമ്പോ ആഗ്രഹിക്കണം, പറയുമ്പോ വേദനിപ്പിക്കാൻ പാടില്ല. നമുക്ക് ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് പലയൊരു സംഭവം പഠിച്ചോണ്ടിട്ടിരിക്കണേ. അതൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഞങ്ങളത് ഉപയോഗിച്ചു. പറയുമ്പോ പഠിക്കുന്നതിനായിട്ടും കൂടുതൽ അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഫുൾ ടൈം ഇരുന്ന് മനപ്പാടാക്കളല്ല നമ്മുടെ ജീവിതം. മനസ്സിലായില്ലേ? മനസ്സിലായവർക്ക് മനസ്സിലായിണ്ടാവും, മനസ്സിലാത്തവർക്ക് എന്നിട്ട് വീണ്ടും ഞങ്ങളുടെ ബ്ലോഗുകൾ കാണാം.
മനസ്സിലാവോ? മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടി മനസ്സിലാവാതെ പോകും. മനസ്സിലായ? അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. പുതിയ സോറി ഒരു കാര്യം മറന്നുപോയി. ഓറ ബോക്സിനെ പറ്റി കൂടുതൽ പഠിക്കുക, ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അടിയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോ റെഗുലർ ക്ലാസ്സുകൾ മലപ്പുറം, തൃശ്ശൂരാണ് ഇപ്പൊ കൂടുതലുള്ള. തൃശ്ശൂർ 4-5 എണ്ണം ഉണ്ട്. അപ്പൊ എല്ലാം ഇതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. നമ്മുടെ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓഫീസൊക്കെ ഉണ്ട് കേട്ടാ. ഞങ്ങൾ വിചാരിക്കണമല്ല, നമുക്ക് ഓഫീസൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ റെഗുലർ ക്ലാസ്സിന്റെയും ക്യാമ്പിനെ പറ്റി അറിയാൻ വേണ്ടി ഓഫീസിൽ വിളിക്കുക. നമുക്ക് ഓഫീസൊക്കെ ഉണ്ട് കേട്ടാ. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. നമ്മളും വളർന്നു. നമ്മളും ആദ്യം നമ്മൾ ഡയറക്റ്റ് വിളിച്ചു, ഇപ്പൊ ഓഫീസൊക്കെ തുടങ്ങി. ഇനി മേലോട്ട് എങ്ങോട്ട് പോകും നമുക്ക് അറിയില്ല. അറിഞ്ഞാണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലല്ലോ, നമ്മളൊരു പുതുമ ഉണ്ടാവാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. ഇപ്പൊ ഞങ്ങള് കുന്നോള റോഡിലാണ് നിൽക്കുന്നത്. അതെ, അപ്പൊ ഒരു പുതിയ വ്ളോഗുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.